ഇനി ഒന്നും ചിന്തിക്കണ്ട, പോവാം. ഓക്കെ, ബാ, ടാറ്റാ. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണ്ട കേട്ടോ. ആഴ്ചയിൽ വൃത്തിയാക്കിയാലും അതങ്ങനെ ഉണ്ടാവും. പക്ഷെ ആഴ്ചയിൽ വൃത്തിയാക്കല്ല, മാസത്തിൽ വൃത്തിയാക്കാറുള്ളൂ. ഹലോ, എൻ്റെ പേര് ജിജന. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് 3-ാം തീയതി സാറ്റർഡേ നൈറ്റ് 10:10 ആയിട്ടുണ്ടാവും. സമയം കറക്റ്റ് നോക്കിയിട്ടില്ല, 10:10 ആയിക്കാണും എന്തായാലും. ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് നാളെ ദേവദൂതും പടം കാണാൻ പോയല്ലോ. പെട്ടെന്ന് തോന്നിയതല്ല, ആക്ച്വലി 2-3 ദിവസം മുന്നേ ഈ ഒരു ആലോചന ഇങ്ങനെ മനസ്സിലുണ്ട്. വൈകുന്നേരം വല്ലതും പോയാലോ, എല്ലാവരും നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നല്ല ഫീലാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഇതിൻ്റെ അകത്ത് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് 9XM-ലൊക്കെ ആയിരുന്നു പണ്ട് പാട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരെയും ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും ഗൂഗിളിൽ സെർച്ച് ചെയ്ത ലിറിക്സ് കണ്ടുപിടിക്കും, ഹിന്ദി പാട്ടിൻ്റെയൊക്കെ. എനിക്ക് അതൊക്കെ ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെക്കും. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. എൻ്റെ അതിങ്ങനെ പഠിക്കും. അതൊക്കെ എത്ര പെട്ടെന്ന് പഠിക്കുകയായിരുന്നു. പഠിക്കേണ്ട കാര്യമാണെങ്കിൽ ഒത്ത പഠിച്ചാലും കഴിക്കരുത്. എത്ര ദിവസം റീ റിലീസ് എത്ര നാൾ വരെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒറ്റക്കാണ് നാളെ പോകാൻ പോകുന്നത് ലുലു മാളിൽ. ഞാൻ അടക്കം അങ്ങനെ പോകാറുണ്ട്. ഞാൻ സെൻട്രൽ സ്ക്വയറിലാണ് സാധാരണ പോകാറ്. ട്രെയിൻ പോകുന്നതിന് ചേട്ടാ, ട്രെയിനിൻ്റെ അടുത്താണ് എൻ്റെ ഹോസ്റ്റൽ. ട്രെയിനിൻ്റെ അടുത്തല്ല, റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത്. അപ്പോൾ ഒറ്റക്കാണ് ഞാൻ സാധാരണ സിനിമ കാണാനൊക്കെ പോകാറ്. എനിക്കിഷ്ടമാണ് ഒറ്റക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി നാളെ കാണാം രാവിലെ. അയ്യോ, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. 2000 years later. രാവിലെ ആയി, ഒരു 10-10:30 ആയിട്ടുണ്ടാവും. അയ്യോ, എനിക്ക് മടിയാവുന്നു. ഇതെപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കും, പോകേണ്ട സമയമാകുമ്പോൾ ഒടുക്കത്തെ മടിയായിരിക്കും. മടി മാറുമോ നോക്കാം. വേറെ ബാഗൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ ബാഗ്. ഈ ഡ്രസ്സുമായിട്ട് ഒരു മാച്ചും ഇല്ല. പക്ഷേ we have no other options. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് പോകാത്തായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. ഒരു ദിവസം പോയി ഞാൻ വെറുതെ സമയം കഴിഞ്ഞ്. അയ്യോ, ട്രൈപ്പോഡൊക്കെ പോണ്. എനിക്ക് ഒരു ഡ്രസ്സും ഓക്കെ ആയിട്ട് തോന്നില്ല. എന്തോ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് കുഴപ്പമില്ല, മറ്റേനേക്കാളും ഈ ബാഗുമായിട്ട് ഇത് കുറച്ചെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പോവാം. ഇപ്പം ഞാൻ പോവാൻ വിചാരിച്ച ഒരു 10-11 മണിയാണ്. ഇപ്പോൾ 12, 1 മണി, 1:30, 2 മണി ആയിക്കാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. ഞാനിത് ട്രൈപോഡിൽ എടുക്കുന്നുണ്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പുറത്തെടുത്താൽ മതിയായിരുന്നു ഇനി അവിടെ പോയിട്ട്. ലൈറ്റ് ഓഫ് ചെയ്യാം. ആകാശം happy. ഞാൻ സ്റ്റുഡിയോയിലെത്തി. സമയം കറക്റ്റ് നോക്കിയിട്ടില്ല, 10:10 ആയിക്കാണ് എന്തായാലും. ഇപ്പോൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് നാളെ ദേവദൂതും പടം കാണാൻ പോയല്ലോ. ഞാൻ സ്റ്റുഡിയോയിലെത്തി. ഇനിയെല്ലാം വോയിസ് ഓവർ ചെയ്യായിരിക്കും ചെയ്യാം. കാരണം എനിക്ക് നാണമാണ്. അയ്യോ, നാണല്ല, ചമ്മൽ.
എല്ലാത്തിനും ഓഫറൊന്നുമില്ല, ചില സാധനങ്ങൾക്കുണ്ട്, പക്ഷേ ഓഫറുള്ളതൊന്നും എനിക്കിഷ്ടമാകുന്നില്ല. AC ഇല്ലെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് വേർക്കുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ടോ? പോയി സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നറിയില്ല. ഈ ചെരുപ്പ് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഒരു ഗ്രിപ്പും ഉണ്ടാവില്ല ഇവിടുത്തെ ചെരുപ്പിന്. ഞാൻ ഒരു ദിവസം ഇടിച്ച് വീണായിരുന്നു. പ്രൈസിന് എനിക്കിത് വേർത്തായിട്ടാണ് തോന്നുന്നത്. 299 ഉള്ളൂ. വേണം ഭയങ്കര കൺഫ്യൂഷനാണ് എനിക്ക്. കൺഫ്യൂസ്ഡ്. ഇത് കുറച്ച് മുന്നത്തെ സ്റ്റോക്കാണ്, എനിക്ക് ഓർമ്മയിട്ട്. ഞാൻ മുന്നേ എടുത്തോളാം. അപ്പോൾ ഇതൊക്കെ വളരെ എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ കയ്യിൽ വേറെ ഒരുപാട് കറുപ്പ് ടീഷർട്ട് ഉണ്ടെന്നുള്ളത് വേറെ കാര്യം, പക്ഷേ കൺഫ്യൂഷനാണല്ലോ. Successfully completed. നല്ല കാറ്റ്, ചൂടുണ്ടെങ്കിലും നല്ല കാറ്റ്. ഞാൻ ഹോസ്റ്റലിലെത്തി ഗൈസ്. ആ പട്ടിക്ക് എപ്പോൾ കണ്ടാലും കുറവാണ്. എത്തിയിരിക്കുകയാണ്. ട്രെയിൻ തലവേദന എടുക്കുന്നു. അപ്പോൾ ഇനി ഒരു ചായ കുടിക്കട്ടെ. കുളിക്കണം, കുറച്ച് അലക്കാനുണ്ട്. പൊട്ട് കാണില്ല. ഇന്ന് സ്റ്റുഡിയോന്നും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു, പിന്നെ ജ്യൂസ് കുടിക്കാൻ പോയി അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. നല്ല ചമ്മൽ ആദ്യം തോന്നി ഇനി വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് അങ്ങനെ സമാധാനത്തിലൊരു സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് തിരിച്ചാലും ഇങ്ങനെ ആൾക്കാരാണ് ബൈക്കിലുള്ള. അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. വീഡിയോസ് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്തോട്ടാ. എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ അതൊക്കെ പറയാം, എന്നാലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.